ഇപ്പോഴത്തെ തിരിച്ചടിക്ക് ഇനി മേഘൻ എങ്ങനെ പകരം വീട്ടുമെന്നറിയില്ല. ഇനി സാഗറിനെയോ മഞ്ജുവിനെയോ അവൻ ഉപദ്രവിച്ച മാർക്കും അവനെ തീർത്തുകളയും. മലയ്ക്ക് പോകാൻ മാലയിട്ടതുകൊണ്ട് ഒരുപക്ഷെ ഇപ്പൊ ക്ഷമിച്ചേക്കും. പക്ഷെ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ മേഘന്റെ പൊടി പോലും കാണില്ല. വണ്ടി എടുക്ക. ശരി. മഞ്ജുവിനറിയില്ല കണ്ണേട്ടൻ നടന്നത്. അവള് കാണുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അവളിപ്പോ നമ്മുടെ ആളല്ലേ. അത് കണ്ണേട്ടന്റെ കാറാണല്ലോ. അതെ. വേണ്ട, പിടിക്കണ്ട. പിന്നെ ഞാൻ ചെറുതായിട്ട് നടന്നു തുടങ്ങി മോളെ. ഞാനെല്ലാം അറിഞ്ഞു കണ്ണേട്ടാ. സാഗരേട്ടൻ പറഞ്ഞായിരുന്നു. അത് ശരി. അപ്പോ രഹസ്യങ്ങൾ പൊട്ടിച്ചോ? അയ്യോ, മഞ്ജുവിനോട് പറയുന്നത് കുഴപ്പമില്ലെന്ന് തോന്നിയോണ്ടാ ഇവളോട് പറഞ്ഞത്. എന്നുവെച്ച് ഞാൻ പാടി നടക്കുന്നില്ല കേട്ടോ സർ. മഞ്ജു അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇവളെ അറിയിക്കാൻ തന്നെ ഞങ്ങൾ വന്നേ. ഈ വാർത്ത അറിഞ്ഞ ശേഷം കണ്ണേട്ടിന് വന്നൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് വരാൻ വിലക്കായതുകൊണ്ട് ഓഫീസിലേക്ക് വരാന്നാ കരുതിയത്. പിന്നെ സാഗരേട്ടനെ വഴക്ക് പറയുമെന്ന് കരുതിയിട്ടാ വരാത്തത്. നിനക്ക് എന്നെ കാണാൻ വീട്ടിലേക്ക് വരണമെങ്കിൽ അവിടേക്ക് വരാം. അതെന്റെ വീടാ. അവിടെ കയറാൻ യോഗ്യതയുള്ളവർക്കൊക്കെ അവിടെ വരാം, താമസിക്കാം. എന്തിനായിട്ടാ വെറുതെ ഞങ്ങളായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഇനിയിപ്പോ ഇടയ്ക്കൊക്കെ വന്നേ പറ്റൂ. ഞങ്ങൾ അറിഞ്ഞു കാര്യങ്ങളൊക്കെ. അതിങ്ങി എടുത്തു കൊടുക്കടോ. നാലഞ്ച് ദിവസത്തേക്ക് കഴിക്കാനുള്ളതുണ്ട്. ഇത് കഴിയുമ്പോ ബാക്കിയും കൊണ്ടുവരാം. അല്ല, എന്താ ലക്ഷ്മി എടുത്ത് അറിഞ്ഞെന്ന് പറഞ്ഞത്? അറിയേണ്ടത് തന്നെ. എന്നാലും സാഗറേ, ഇങ്ങനെയൊരു വിശേഷം ഉണ്ടാവുമ്പോ ആദ്യം ഞങ്ങളെയല്ലേ വിളിച്ചു പറയേണ്ടത്? വിശേഷം? ഇതിപ്പോ
മാർക്കോയാ മേഘനോട് ഇവളുടെ കാര്യം പറഞ്ഞത്. അത് മേഘൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോഴാ ഞങ്ങൾ അറിയുന്നത്. അല്ല, ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ സാറേ. ഇനി മനസ്സിലായില്ലേ? ഇതെന്താ കണ്ണേട്ടാ നമ്മളോട് മാത്രം ആ സന്തോഷം പറയാത്തെ? അതാ ഞാനും ആലോചിക്കുന്നത്. അല്ല, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് സന്തോഷമൊന്നും നടന്നിട്ടില്ല കണ്ണേട്ടാ. ഓ, ഇനി കുറച്ചു മാസം കഴിയുമ്പോ മഞ്ജുവിന് വയറൊക്കെ വെക്കും. ആ സമയത്ത് ഞങ്ങളൊക്കെ അറിഞ്ഞാ മതിയെന്നാണോ? അല്ല, അതിന് മഞ്ജുന് വിശേഷമൊന്നുമില്ലല്ലോ. വിശേഷം ഇല്ലേ? പിന്നെ ഉണ്ടെന്ന് മേഘം വീട്ടിൽ വന്ന് പറഞ്ഞതോ? അത് മേഘനോട് പറഞ്ഞത് മാർക്കോയാണോ? അതെ. എന്നെ കണ്ടപ്പോ മാർക്കോ പറഞ്ഞായിരുന്നു അവൻ മേഘന്റെ അടുത്തൊരു നമ്പർ ഇടുന്നു. പക്ഷേ അത് ഇതായിരിക്കുമെന്ന് കരുതിയില്ല കേട്ടോ. അപ്പോ മാർക്കോ മനഃപൂർവ്വം ഇവൾ അമ്മയാകാൻ പോകുന്നു മേഘനോട് പറഞ്ഞെന്നാണോ? ആകാനാണ് സാധ്യത. ഷോ, ഞങ്ങൾ ഇതറിഞ്ഞിട്ട് നേരെ അമ്മയാവാൻ പോകുന്ന ആൾക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നല്ലോ. വന്നതുകൊണ്ട് കുഴപ്പമില്ല ഏട്ടത്തി. ആദ്യമായിട്ടല്ലേ കണ്ണേട്ടനും ഏട്ടത്തിയും ഇങ്ങോട്ട് വന്നത്. ആ നേരത്തെ കേട്ട വാർത്ത ശരിയായില്ലെങ്കിലും ഇങ്ങനെ നടന്നു വരുന്ന കണ്ണേട്ടന് എനിക്ക് കാണാൻ പറ്റിയല്ലോ. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചതാ. ആ, എന്നാ വാ, നിന്റെ വീട് ഞങ്ങളൊന്ന് കാണട്ടെ. കേറി വരൂ സാർ. സൂക്ഷിച്ച്. എന്നാലും മാർക്കോയുടെ കാര്യം ഞാൻ ആലോചിക്കായിരുന്നു. ഇവളും സാഗറും തമ്മിലുള്ള ബന്ധം ഇനി ആർക്കും വേർപിരിക്കാൻ പറ്റില്ലെന്ന് അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും അവൻ അങ്ങനൊരു കള്ളം പറഞ്ഞത്. ഏതായാലും ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് മാർക്കോ ഒന്ന് കാണണം. എന്നിട്ട് മാർക്കോയോട് തന്നെ ചോദിക്കണം അത് തന്നെയായിരുന്നു അവന്റെ ഉദ്ദേശമെന്ന്. ഏട്ടൻ വാ. വാ. മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞാ സാറേ. ഇപ്പോഴും മഞ്ജുവിന്റെ പിന്നാലെയല്ലേ അവൻ. സാഗറിന്റെ കുഞ്ഞ് മഞ്ജുവിന്റെ വയറ്റിലുണ്ടെന്ന് അറിയുമ്പോഴെങ്കിലും അവൻ വിട്ടുപോകാൻ നോക്കട്ടെ. എന്നാലും വിട്ടുപോകുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പോകുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും മഞ്ജുവിനെ അവളുടെ അമ്മ വീട്ടിലേക്ക് വിളിക്കും. എന്തിനാണെന്നറിയോ? വയറ്റിലുള്ള കുഞ്ഞിനെ കളയാൻ. അത് ശരിയാ സാറേ. മാർക്കോ പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുക. മോള് അമ്മയാകാൻ പോകുന്ന വാർത്ത അറിഞ്ഞിട്ട് ഒരിക്കലും അവളുടെ അമ്മ അവളെ സ്നേഹിക്കില്ല. സാഗറിന്റെ കുഞ്ഞിനെ സ്വന്തം പേരക്കുട്ടിയായിട്ട് കരുതാൻ അവർക്ക് കഴിയത്തുമില്ല. അങ്ങനൊരു സാഹചര്യത്തില് മഞ്ജുവിനെ പ്രഷർ ചെലുത്തി അവളുടെ അമ്മ കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ അത് കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് തന്നെയാ. അതിനുള്ള വിദ്യയൊക്കെ ഇപ്പൊ മേഘൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അപ്പച്ചിക്ക്. നമ്മൾ ചിന്തിക്കുന്ന പോലെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നാളെ മഞ്ജു വിശേഷം അറിയിച്ചു കഴിഞ്ഞാലും ഒരു കാരണവശാലും അമ്മയുടെ ആങ്ങളുടെ അരികിലേക്ക് പോരുതെന്ന് അവളോട് പറയണം. അങ്ങനെ നോക്കുമ്പോ ഈ മേഘനൊന്ന് ഞെട്ടിച്ചത് നല്ലത് തന്നെയാ മാർക്കോ. ഇന്ന് സാഗറിനെയും മഞ്ജുവിനെയും ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോ മഞ്ജുവിന്റെ അമ്മയും ആ പ്രതാപന്റെ മോളും കൂടി വളരെ മോശമായ രീതിയിലാണ് അവരോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തത്. അവർക്കും ഇതൊരു ഷോക്കായിക്കോട്ടെ എന്ന് കരുതി. മഞ്ജു സത്യങ്ങൾ മനസ്സിലാക്കി അവളുടെ സ്വഭാവം മാറ്റിയെടുത്തത് നല്ല കാര്യമായിട്ടാ ഞാൻ കരുതുന്നത്. അത് മാത്രല്ല കണ്ണേട്ടാ, സാഗറും മാറിയില്ലേ? സാഗർ മാറത്തില്ലെന്ന് ഇവിടെ ചിലരൊക്കെ തറപ്പിച്ച് പറഞ്ഞതാണല്ലോ. അവന്റെ ജീവിത സാഹചര്യം അവനെ തെറ്റായ വഴിയിലേക്ക് നയിച്ചത്. ഇപ്പൊ അവന് മനസ്സിലായി മഞ്ജുവിനെ പോലൊരു ഭാര്യയെ അവൻ ഒരിക്കലും കിട്ടില്ലെന്ന്. അതാണ് സാറേ സത്യം. അതുകൊണ്ട് അവരുടെ ജീവിതം ആര് തകർക്കാൻ ശ്രമിച്ചാലും അവരെയൊന്നും ഞങ്ങൾ വെച്ചേക്കില്ല. പിന്നെ സാർ പെട്ടെന്ന് കാറ് കയറിക്കോ. ഇങ്ങനെ ഞങ്ങളെയൊക്കെ പോലെ നിൽക്കുന്നത് പരിചയക്കാരും കാണണ്ട.
ശരി മാർക്കോ, ഞങ്ങൾ പോയിട്ട് വരാം. വാടോ. ശരി. ഇന്നറിയാം മഞ്ജുവിന്റെ അമ്മ അവളെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കോ ഇല്ലയോ എന്ന്. മഞ്ജു ഒരു അമ്മയാകാൻ പോകുന്ന സ്ഥിതിക്ക് ഇനി ആ ബന്ധം അറുത്തു മാറ്റാൻ പറ്റില്ല. പറ്റും. ആ കുഞ്ഞിനെ കളയുകയാണെങ്കിൽ അവളുടെ വയറ്റിനകത്ത് ഒരു കുഞ്ഞ് നാമ്പെടുത്തിട്ടേ ഉള്ളൂ. ഈ സമയത്ത് കുഞ്ഞിനെ കളയാൻ വലിയ പ്രയാസമൊന്നുമില്ല. അന്യന്റെ കുഞ്ഞിനെ വയറ്റിലിട്ടോണ്ട് നടക്കുന്നവളാ അവളെ. ഇനി എന്തിനാ മേഘേട്ടന്? എനിക്കവളെ മറക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, വിവാഹത്തിനു മുമ്പ് പല പെൺകുട്ടികളെയും ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ ആരെയും എന്റെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല, സങ്കല്പിച്ചിട്ടില്ല. കണക്കറ്റ സ്വത്താണ് കണ്ണേട്ടും ഏട്ടത്തിക്കുള്ളത്. അവർക്കാണെങ്കിൽ കുട്ടികളുമില്ല. ഇപ്പൊ തന്നെ മഞ്ജു പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ കണ്ണേട്ടന്റെ ഏട്ടത്തിന്റെ മുഖത്തെ മാറ്റം കണ്ടില്ലായിരുന്നോ? ഇനിയിപ്പോ മനഃപൂർവ്വം മഞ്ജുവിന് ജനിക്കുന്ന കുഞ്ഞിനെ ഏട്ടത്തിന്റെ കയ്യിലേക്ക് വച്ചു കൊടുക്കും, മഞ്ജു സാഗറും കൂടെ. വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ വിശേഷം അറിയിച്ചപ്പോ ഒരു കുഞ്ഞല്ലല്ലോ, ഇനിയും അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കില്ലേ? ആദ്യം ജനിക്കുന്ന കുഞ്ഞിനെ വളർത്തിക്കോന്ന് പറഞ്ഞ് മഞ്ജു സാഗറും കൂടി അതിനെ ഏട്ടനും ഏട്ടത്തിക്കും ദാനമായിട്ട് കൊടുത്താലോ? അത് ശരിയാ. ഞങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഒന്നിനെ അവർക്ക് ദാനമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാണല്ലോ ഇരുന്നത്. അതും കണക്കറ്റ സ്വത്ത് മുമ്പിൽ കണ്ടിട്ടല്ലേ മേഘട്ടാ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ആ കുഞ്ഞ് ജനിക്കരുതെന്ന്. ആ കുഞ്ഞെന്നല്ല, ഒരിക്കലും ഒരു കുഞ്ഞും സാഗറിൻ്റെതായിട്ട് മഞ്ജുവിന് ജനിക്കാൻ പാടില്ല. അതിലൂടെ കമലേശ്വരത്തെ കണക്കറ്റ സ്വത്തുക്കള് മഞ്ജുവിനും സാഗറിനും സ്വന്തം ആവാനും പാടില്ല. ഇതൊക്കെ പറയുന്ന നിന്റെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കാനാ എനിക്ക് തോന്നുന്നത്. നീ എന്താ പറഞ്ഞത്? കല്യാണത്തിന് മുൻപ് നിനക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നെന്നോ? എന്നാ ഭാര്യയായിട്ട് സങ്കല്പിച്ചത് മഞ്ജുവിനെ മാത്രമാണെന്നോ? എടാ, കല്യാണത്തിന് മുൻപ് ഒരു പെൺകുട്ടിയുമായിട്ട് വഴിവിട്ട ബന്ധം ഉണ്ടാവുകയും അവളിൽ നിനക്കൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവള് നിന്റെ ഭാര്യടാ. അതിന് 4 ആളെ വിളിച്ച് താലി കെട്ടണമെന്നോ 4 ആള് കാണുക ഒന്നിച്ച് ജീവിക്കണമെന്നൊന്നും ഇല്ലടാ. ആരും അറിയാതെ ഒരുത്തിയുമായിട്ട് ഒന്നിച്ച് ജീവിച്ചില്ലേ? അതുകൊണ്ടല്ലേ നിനക്കൊരു കുഞ്ഞുണ്ടായത്. സത്യം പറഞ്ഞാലേ അവളെയാണ് നീ കൂട്ടിക്കൊണ്ടുവന്ന് നിനക്കൊപ്പം താമസിപ്പിക്കേണ്ടത്. അപ്പച്ചി ഇങ്ങനെ ഒരേ സമയം 2 രീതിയിൽ സംസാരിക്കരുത് കേട്ടോ. ഞാനും മഞ്ജു ഒരുമിച്ച് ജീവിക്കണമെന്നല്ലേ അപ്പച്ചി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് നിന്റെ പ്രവൃത്തികൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുവാടാ. നീ പറഞ്ഞല്ലോ മഞ്ജുവിനെ മാത്രമേ നിനക്ക് ഭാര്യയായിട്ട് കാണാൻ പറ്റത്തുള്ളെന്ന്. അതുപോലെ തന്നെയാടാ എന്റെ അവസ്ഥ. നീ അല്ലാതെ മറ്റൊരുത്തരെ എന്റെ മരുമോനായിട്ട് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാ നീ ഈ വീട്ടിലേക്ക് വരുമ്പോ കണ്ണം പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാത്തത്, ചൂലെടുത്ത് നിന്റെ മുഖത്തടിക്കാത്തത്. അല്ല, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ മേഘട്ടന്റെ ആഗ്രഹം അമ്മയ്ക്ക് നടത്താൻ പറ്റുമോ?
മഞ്ജുവിനെ അനുനയത്തിൽ കൊണ്ടുവന്നിട്ട് അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാൻ പറ്റുമോ? ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടവളാ ഞാൻ. അതിന്റെ വേദന ഇതുവരെയും തീർന്നിട്ടില്ല. ഞങ്ങളുടെ കുഞ്ഞ് ഈ തറവാട്ടിൽ ആദ്യം ജനിക്കേണ്ടത്. അതിനു മുൻപ് ഈ തറവാട്ടിൽ കയറാൻ അർഹതയില്ലാത്ത ഒരുത്തന്റെ കുഞ്ഞിനെ മഞ്ജു പ്രസവിക്കാൻ പാടില്ല. എന്തൊക്കെ ശത്രുത ഉണ്ടെങ്കിലും അതൊക്കെ മറന്നിട്ട് അപ്പച്ചി എന്നെ ഒന്ന് സഹായിക്കണം. അപ്പച്ചി, ഇനി ഒരിക്കലും ഞാൻ തെറ്റായ വഴിയിൽ സഞ്ചരിക്കില്ല. ഇത് ഞാൻ അപ്പച്ചിക്ക് തരുന്ന വാക്കാ. നിന്റെ വാക്കൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. എങ്കിലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടത് എന്റെയും ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ശ്രമിക്കാം. ഞാൻ നടന്നു തുടങ്ങിയ വിവരം ആരെ അറിയിക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഉൾപ്പെടെ ഒരിടത്തും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എങ്കിലും താൻ ആരാധിക്കുന്ന നമ്മളെ സഹായിച്ച അയ്യപ്പസ്വാമിക്ക് നന്ദി പറയണം. അതിനു വേണ്ടിയിട്ട് ആളൊഴിഞ്ഞൊരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ്റെ കൈപിടിച്ച് ഞാനിവിടെ പോയിട്ടുണ്ട്. കുറച്ച് അകലെയാ. അവിടെ എന്തായാലും പരിചയക്കാരൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. നമുക്കവിടെ പോകണം. അയ്യപ്പസ്വാമിയെ സാഷ്ടാംഗം നമിക്കണം. പരിചയക്കാരൊന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും പോവാൻ കണ്ണേട്ടാ. ഇന്ന് തന്നെ പോവാം. അത് മാത്രമല്ലടോ, ശബരിമലയ്ക്ക് പോകാനായിട്ട് മാലയിട്ടിരിക്കല്ലേ. അങ്ങനെയുള്ളപ്പോ ഇടയ്ക്കെങ്കിലും ഭഗവാനെ പോയിന്ന് തൊഴണ്ടേ? എല്ലാം ഭഗവാന്റെ അനുഗ്രഹം തന്നെയാ. അതിലുപരി ഞാൻ എന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അയ്യപ്പസ്വാമിയെയാ. ആ അയ്യപ്പസ്വാമിക്ക് മുന്നിലാ ഞാൻ എന്നും തിരിതെളിക്കുന്നത്. അതെനിക്ക് ഭഗവാൻ തന്നെ ദാനമായി തന്നതാണെന്ന എന്റെ വിശ്വാസം. താനത് വാങ്ങിയതല്ലേ? ആ അതെ. ആ വിഗ്രഹം കാണുമ്പോഴൊക്കെ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എൻ്റെ അച്ഛൻ്റെ പിന്നിലിരുന്ന് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന അയ്യപ്പ വിഗ്രഹമാണ്. അതെനിക്ക് അധികം നേരം ചേർത്ത് പിടിക്കാൻ പറ്റിയില്ല. പിറന്നാളിൻ്റെ അന്ന് അച്ഛനൊപ്പം അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോൾ ഞാൻ കൊടുത്തൊരു വെള്ളി രൂപയ്ക്ക് പകരമായിട്ട് ഒരമ്മ തന്നത് ആ വിഗ്രഹം. ആ അമ്മയെ വീണ്ടും കണ്ട കാര്യം ഞാൻ തന്നോട് പറഞ്ഞല്ലോ. വർഷങ്ങൾ ഒരുപാട് പോയിട്ടും ആ അമ്മയ്ക്ക് ഒരു മാറ്റവും ഇല്ല. അതേ പ്രായം, അതേ നരച്ചുമുടി, അതിലുപരി അന്നത്തെ അതേ ചിരി, സംസാരം. അവിടെയാണ് നമ്മൾ രണ്ടാളും കാണുന്ന അമ്മ ഒന്നാണോന്ന് ഞാൻ സംശയിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒരിക്കൽ ആ വിഗ്രഹം നഷ്ടപ്പെട്ടപ്പോൾ ആ വിഗ്രഹം കൊണ്ടു തന്നത് ആ അമ്മയാ. നമ്മൾ അറിയാത്തതായി എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് കണ്ണേട്ടാ. അതെ, പക്ഷേ അങ്ങനെ സംഭവിക്കാൻ തുടങ്ങിയത് നമ്മൾ ഒന്നിച്ചതിന് ശേഷം. അങ്ങനെ നമ്മളെ ഒന്നിപ്പിക്കാൻ നിമിത്തമായത് ഭഗവാൻ തന്നെയാണെന്നാ എന്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മല കയറുന്നതിന് മുമ്പ് സ്വാമിയെ വണങ്ങണമെന്ന്. നടന്നു തുടങ്ങിയത്
ഭഗവാൻ അറിഞ്ഞു കാണും. എങ്കിലും ഇന്ന് നേരിട്ട് കാണട്ടെ. അതെ, ഞാനും കണ്ണേട്ടനും കാണുന്നത് ഒരേ അമ്മയെ തന്നെ ആകാനാ സാധ്യത. അങ്ങനെയെങ്കിൽ ആ അമ്മയാണ് ഭഗവാനെ കണ്ണേട്ടന് കൊടുത്തത്. എൻ്റെ കയ്യിൽ വന്നതും വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒന്നിച്ചതും ഒക്കെ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചത് തന്നെ ആവണം. അങ്ങനെയെങ്കിൽ ഇനി ഒരു ശക്തിക്കും ഞങ്ങളെ വേർപിരിക്കാൻ കഴിയില്ല.